ഇന്നലെ നടന്ന +2 ബോട്ടണി പരീക്ഷയിലെ ചോദ്യങ്ങൾ ഗൈഡുകളിൽ നിന്ന് പകർത്തിയതാണെന്ന പരാതി ഉയരുകയാണ്. 20 ചോദ്യങ്ങളിൽ 8 ചോദ്യങ്ങളും CBSE ഗൈഡുകളിൽ നിന്നും പകർത്തിയതാണെന്നാണ് പരാതി. ചോദ്യകർത്താവിനെതിരെ നടപടി വേണമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നു. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും. അസ്ലം, +2 ബോട്ടണി പരീക്ഷയിൽ കാര്യമായി കല്ലുകടി ഉണ്ടായി എന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നത്. അപ്പോൾ ഇത് ഏത് ഗൈഡിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്നാണ് പറയുന്നത്. അങ്ങനെ കോപ്പിയടിയാണ് എന്ന് തെളിയിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ നിരത്തുന്നുണ്ടോ? ഇന്നലെ നടന്ന +2വിന്റെ ബോട്ടണി, ബയോളജിയിൽ, സുവോളജിയും ബോട്ടണിയിലും ബോട്ടണി പാർട്ടിൽ ഒരു ആകെ 30 മാർക്കുള്ളത്. അതിൽ 20 ചോദ്യങ്ങളുള്ളത്. അതിൽ 8 ചോദ്യങ്ങളും വ്യത്യസ്ത ഗൈഡുകളിൽ നിന്ന് പകർത്തിയെന്നുള്ള ആരോപണമാണ് അധ്യാപകർ ഉന്നയിക്കുന്നതിന്റെ ചോദ്യ നമ്പർ പറഞ്ഞ 1, 2, 4, 5, 9, 10, 12, 13, 19 തുടങ്ങിയ വ്യത്യസ്ത ചോദ്യങ്ങളാണ്. ഇതിലേറ്റവും ടുഗദർ വിത്ത് CBSE, ടുഗദർ CBSE എന്ന് പറയുന്ന ഒരു ഗൈഡുണ്ട്. ടുഗദർ വിത്ത് ബയോളജി CBSE ഗൈഡ് എന്ന് പറയുന്ന ഗൈഡുണ്ട്. അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. ഇതിന്റെ മറ്റൊന്ന് എൻട്രൻസ് സെന്റേഴ്സ് ഇറക്കുന്ന ചില ഗൈഡുകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് NCERT സിലബസ് അനുസരിച്ചാണ് നമ്മൾ കേരള വിദ്യാർത്ഥികൾ പഠിച്ചതും അവർ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തതും. അതിൽ നിന്ന് വ്യത്യസ്തമായി CBSE അടിസ്ഥാനത്തിലാണ് ഈ ഗൈഡ്, CBSE ഗൈഡ്, പേരിൽ നിന്ന് CBSE ഗൈഡ് എന്നാണ്. അതോടൊപ്പം തന്നെ എൻട്രൻസ് പരീക്ഷയുടെ ഗൈഡുകളിലുള്ളത് CBSE ചോദ്യപേപ്പറാണ്. അതായത് മലയാളത്തിൽ എഴുതി അല്ലെങ്കിൽ കേരള വിദ്യാർത്ഥികൾക്ക് പരിചിതമല്ലാത്ത പാറ്റേണിലേക്ക് ചോദ്യങ്ങൾ വരുന്നു. അതെങ്ങനെയാണെന്നുള്ള അധ്യാപകർ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഈ ഗൈഡിൽ നിന്നാണ് പലതും പകർത്തിയത്. പല ചോദ്യങ്ങളും മാത്രമല്ല, പല ഡയഗ്രാം പോലും ഈ ഗൈഡിൽ നിന്ന് പകർത്തിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരും ബോട്ടണി അസോസിയേഷൻ ആൾക്കാരും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. കാരണം ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നിയോഗിച്ച ആള് അവിടെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സഹായകരാകുന്ന രീതിയിൽ, അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സഹായകരാകുന്ന രീതിയിൽ ചോദ്യങ്ങൾ പകർത്തി വെച്ചു. അതിന്റെ തെളിവ് ഉൾപ്പെടെ എല്ലാ ചോദ്യങ്ങളും, ഏതൊക്കെ ചോദ്യങ്ങളാണ് പകർത്തിയത് ഉൾപ്പെടെ വെച്ചുകൊണ്ട് അവർ പരാതി വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ, ഉദ്യോഗസ്ഥൻ അവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. നിരവധി വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ബോട്ടണി ഞങ്ങളെ വലച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിലുള്ള കാരണം ഇതാണ്. കൃത്യമായ പാറ്റേൺ മാറുന്നു. NCERT പാറ്റേൺ പകരം CBSE പാറ്റേണിലേക്ക് ക്വസ്റ്റ്യൻ വരുന്നു. അത് നോക്കുമ്പോൾ അത് പലതും പല ഗൈഡുകളിൽ നിന്ന് പകർത്തിയതാണ്. ടുഗദർ വിത്ത് CBSE എന്ന് പറയുന്ന ഗൈഡിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് സ്വാഭാവികമായി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപകരും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളും രംഗത്തെത്തിയിട്ടുണ്ട്.